ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 549 റൺസ് വിജയ ലക്ഷ്യം. മത്സരത്തിന്റെ 4ാം ദിവസം 78.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 260 റൺസ് എടുത്ത ദക്ഷിണാഫ്രിക്ക ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 190 പന്തിൽ 94 റൺസ് അടിച്ച ട്രിസ്റ്റൻ സ്റ്റബ്സാണ് രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ. സ്റ്റബ്സിന് സെഞ്ചുറിക്കായി കാത്തുനിന്നെങ്കിലും രവീന്ദ്ര ജഡേജയുടെ പന്തിൽ താരം പുറത്തായതോടെ ക്യാപ്റ്റൻ ടെമ്പ ബൂമ ബാറ്റർമാരെ തിരികെ വിളിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച 1 മണിക്കൂറും ബുധനാഴ്ചയും ബാറ്റ് ചെയ്യാമെങ്കിലും നിലവിലെ ഫോം വെച്ച് ഇത്ര വലിയ വിജയലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുക ടീം ഇന്ത്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാകും. റയാൻ റിക്കിൾട്ടൺ, എയ്ഡൻ മാർക്രം, ടെമ്പ ബൗമ, ടോണി ഡെസോസി എന്നിവരാണ് മത്സരത്തിന് 4ാം ദിവസം പുറത്തായ ദക്ഷിണാഫ്രിക്കയുടെ മറ്റു ബാറ്റർമാർ. രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകൾ വീഴ്ത്തി. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ 201 പുറത്താക്കി 288 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയിട്ടും ഫോളോ ഓൺ ചെയ്യിക്കാതെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക 3ാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 26 എന്ന നിലയിലായിരുന്നു. നേരത്തെ വിക്കറ്റ് നഷ്ടമില്ലാതെ 9 എന്ന നിലയിൽ 3ാം ദിനം ആരംഭിച്ച ഇന്ത്യയെ 201 ചുരുട്ടിക്കെട്ടാൻ സഹായിച്ചത് ദക്ഷിണാഫ്രിക്കൻ പേസർ മാർക്കോ യാൻസന്റെ 6 വിക്കറ്റ് പ്രകടനമാണ്. 58 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളും 48 റൺസ് നേടിയ വാഷിംഗ്ടൺ സുന്ദറും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ അല്പമെങ്കിലും പൊരുതിയത്. 2 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ജയിച്ച ദക്ഷിണാഫ്രിക്ക 1-0 മുന്നിലാണ്. 3ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് 65 റൺസ് കൂട്ടിച്ചേർത്ത KL രാഹുൽ ജയ്സ്വാൾ സഖ്യം ഭേദപ്പെട്ട തുടക്കമാണ് നൽകിയത്. രാഹുലിനെ വീഴ്ത്തിയ കേശവ് മഹാരാജാണ് ദക്ഷിണാഫ്രിക്കക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത്. 2ാം വിക്കറ്റിൽ 30 റൺസ് കൂട്ടിച്ചേർത്ത സായ് സുദർശൻ ജയ്സ്വാൾ സഖ്യം മറ്റു പരിക്കുകളില്ലാതെ ആദ്യ സെഷൻ അവസാനിപ്പിക്കുമെന്ന് തോന്നിച്ചെങ്കിലും 7 റൺസിനിടെ 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ ഇന്ത്യയെ 4-102 എന്ന സ്കോറിലേക്ക് തള്ളിയിട്ടു. ജയ്സ്വാളിനെയും സുദർശനെയും സൈമൺ ഹാമർ പുറത്താക്കിയപ്പോൾ ധ്രുവ് ജുറേൽ യാൻസന് മുന്നിൽ വീണു. 2ാം സെഷനിൽ പിച്ചിൽ നിന്ന് സ്പിന്നർമാർക്ക് കാര്യമായി പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് ഒരു എൻഡിൽ മാർക്കോ യാൻസനെ തുടർച്ചയായി പരീക്ഷിക്കാൻ ബൗമ തീരുമാനിച്ചത്. പിച്ചിലെ പേസും ബൗൺസും കൃത്യമായി ഉപയോഗപ്പെടുത്തിയ 6 അടി 8 ഇഞ്ചുകാരൻ യാൻസൻ തുടർച്ചയായി ബൗൺസറുകളിലൂടെ ഇന്ത്യൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി. ഇന്നിംഗ്സിൽ 119 പന്തുകൾ എറിഞ്ഞ യാൻസന്റെ സ്പെല്ലിൽ 60% ബൗൺസറുകളായിരുന്നു. ആദ്യ സെഷനിൽ യാൻസനെതിരെ ഫുൾ ഷോട്ടിന് ശ്രമിച്ച ധ്രുവ് ജുറേലാണ് ബൗൺസർ ട്രാപ്പിൽ വീണ ആദ്യ ഇന്ത്യൻ ബാറ്റർ. 2ാം സെഷന്റെ തുടക്കത്തിൽ യാൻസന്റെ ബൗൺസറിനെ കൗണ്ടർ അറ്റാക്കിലൂടെ മറികടക്കാനായി സ്റ്റെപ്പ് ഔട്ട് ചെയ്തു കളിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ കെയിൽ വരേന് ക്യാച്ച് നൽകി മടങ്ങി. പിന്നാലെ യാൻസന്റെ ബൗൺസറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും സ്ലിപ്പ് ഫീൽഡർമാരുടെ കയ്യിൽ ഒതുങ്ങി. ഇതോടെ 7-122 എന്ന നിലയിലേക്ക് വീണ ഇന്ത്യ 150 കടക്കില്ലെന്ന് തോന്നിച്ചെങ്കിലും 8ാം വിക്കറ്റിൽ 72 റൺസ് ചേർത്ത വാഷിംഗ്ടൺ കുൽദീപ് യാദവ് സഖ്യം ഇന്ത്യക്ക് നേർത്ത പ്രതീക്ഷ നൽകി. എന്നാൽ വാഷിംഗ്ടണെ ഹാമറും കുൽദീപ്, ബുംറ എന്നിവരെ യാൻസനും വീഴ്ത്തിയതോടെ ഇന്ത്യൻ ഇന്നിംഗ്സ് ക്ലോസ്. 48 റൺസ് വഴങ്ങി 6 വിക്കറ്റ് വീഴ്ത്തിയ യാൻസന്റെ എല്ലാ ഇരകളും ബൗൺസർ കുരുക്കിൽപ്പെട്ടവരായിരുന്നു. ഇന്ത്യൻ നിരയിൽ കുൽദീപിനൊഴികെ മറ്റാർക്കും 100 പന്തുകൾക്ക് മേലെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല.